ഇത് മാലിന്യ ശേഖരണത്തിനുള്ള ഒരു ഹൈഡ്രോളിക് ഭുജം, ഹൈഡ്രോളിക് ഗ്രിപ്പർ എന്നും ഇതിനെ അറിയപ്പെടുന്നു. ഇത് മാലിന്യങ്ങൾ എടുക്കുന്നതിനും ഉയർത്തുന്നതിനും കൊണ്ടുപോകുന്നതിനും ഇത് വളരെ ഉപയോഗപ്രദമാണ്. ഇതിൻ്റെ പ്രവർത്തന തത്വം പാസ്കലിൻ്റെ നിയമം. ഒരു ദ്രാവകത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദവ്യതിയാനം എല്ലാ ഭാഗത്തേക്കും തുല്യമായി വ്യാപിക്കപ്പെടുന്നു. ഇതാണ് പാസ്കൽ നിയമം. പ്രധാന ഘടകങ്ങൾ പരിചയപ്പെടാം. ഹൈഡ്രോളിക് സിലിണ്ടറുകൾ ലിഫ്റ്റിംഗ്, ഗ്രിപ്പിംഗ് ഫോഴ്സ് നൽകുന്നു. ഹൈഡ്രോളിക് പമ്പ് പ്രഷറൈസ്ഡ് ഹൈഡ്രോളിക് ദ്രാവകം നൽകുന്നു. ഗ്രിപ്പർ ആയുധങ്ങൾ മാലിന്യം ശേഖരിക്കുന്ന ചലിക്കുന്ന താടിയലുകൾ, ഹോസുകളും ഫിറ്റിങ്ങുകളും. ഘടകങ്ങൾ ബന്ധിപ്പിക്കുക. നിയന്ത്രണ സംവിധാനം കൈകൾ ചലനങ്ങൾ നിയന്ത്രിക്കുന്നു. നമുക്ക് ഇതിന്റെ പ്രവർത്തന രീതി മനസ്സിലാക്കാം. ഈ നിയന്ത്രണ സംവിധാനം ഉപയോഗിക്കുന്നത് ഹൈഡ്രോളിക് ആമിന്റെ ബോഡി റൊട്ടേറ്റ് ചെയ്യാനാണ്. മറ്റു രണ്ടു പ്രവർത്തന സംവിധാനം ഉപയോഗിക്കുന്നത് ഈ രണ്ട് ഭാഗം മുകളിലേക്കും താഴത്തേക്കും നീങ്ങാനാണ്. ഈ പ്രവർത്തന സംവിധാനം ഉപയോഗിക്കുന്നത് ഹൈഡ്രോളിക് ആം തുറക്കാനും അടയ്ക്കാനും വേണ്ടിയാണ്. ഇവിടെ അപ്ലൈ ചെയ്യുന്ന പ്രഷർ ഹൈഡ്രോളിക് പമ്പ് വഴി ഇവിടെ അനുഭവപ്പെടുന്നു. ഇതിനാലാണ് ഹൈഡ്രോളിക് ആം വർക്ക് ചെയ്യുന്നത്. ഇതിന്റെ നേട്ടങ്ങൾ നമ്മുടെ ഗൗരവ് പറയും. കാര്യക്ഷമമായ മാലിന്യം ശേഖരണം, വർദ്ധിച്ച സുരക്ഷയും കുറഞ്ഞ തൊഴിൽ ചെലവും, മെച്ചപ്പെട്ട കൃത്യതയും വർദ്ധിപ്പിച്ച ഉൽപാദനവും, കോംപ്ലക്സ് ഡിസിഷൻസും, കുറഞ്ഞ ആറ്റുകൂറ്റുപണിയും ഇതെല്ലാമാണ് ഇതിൻ്റെ നേട്ടങ്ങൾ.